തിരുവനന്തപുരം മംഗലപുരത്ത് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതാണ് വിവരം. MG പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ കാർ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിച്ചത്? തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആണോ നടന്നത്? കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടിയോട് പിന്നീട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത്? സ്മിത, ഇന്നലെ രാത്രി 7 മണിയോടെയാണ് മംഗലപുരം സ്വദേശിയായ ആഷിഖിനെ, 10ാം ക്ലാസ്സുകാരനാണ്, ഈ 4 അംഗ സംഘം വീട്ടിൽ കയറി ബലമായി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഈ ആറ്റിങ്ങൽ ഭാഗത്ത് വെച്ച ഈ ആഷിഖിനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ആ സമയത്ത് 2 പേരാണ് കസ്റ്റഡിയിലായിരുന്നത്. ഇതിൽ ഇപ്പോൾ 4 അംഗ സംഘത്തിലെ മുഴുവൻ പേരെയും പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ശ്രീജിത്ത്, അഭിരാജ്, അഭിറാം, അശ്വിൻ ദേവൻ എന്നീ 4 പേരാണ് നിലവിൽ മംഗലപുരം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കാരണം ഈ നേരത്തെയും സമാനമായ രീതിയിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം ഈ തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിയും ഒപ്പം ഈ പ്രതികളും തമ്മിൽ സുഹൃത്തുക്കളാണ്, നേരത്തെ മുൻപരിചയമുള്ളവരാണ് എന്നതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ഈ അറസ്റ്റിലായ പ്രതികളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതിനു മുമ്പ് ബൈക്കിൽ ബലമായി ആഷിഖിനെ ഈ സംഘം പിടിച്ചു കയറ്റിക്കൊണ്ട് പോയത്. അന്ന് ഇത്തരത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതിനു ശേഷം ഈ പോലീസിൽ ബന്ധുക്കൾ രേഖാമൂലം പരാതി ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെ ഇന്നലെ വീണ്ടും വീട്ടിൽ കയറി ഈ ആഷിഖിനെ തട്ടിക്കൊണ്ട് പോയതോടുകൂടിയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതിയും ഒപ്പം വിശദമായി പരിശോധിച്ച് പ്രതികളെ ചോദ്യം ചെയ്ത് വരികയാണ് പോലീസ്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്മിത.